ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ഓം ശിവ വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നകഭൂഷണം ച മൃഗധരം വന്ദേ പശൂനാംബദീം വന്ദേ സൂര്യശശാങ്കവഹ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ശ്രീ ശിവേശ്വരം ക്ഷേത്രം ചിറക്കലിലുള്ള എല്ലാ ശനിയാഴ്ചയും പാരായണം ചെയ്യുന്ന പാരായണം ശ്രീ ശിവപുരാണവും ശിവ സഹസ്രനാമവും ഇന്നലെ ശനിയാഴ്ച സമ്പൂർണ്ണ വൈശാഖ മാഹാത്മ്യം കടലായി ശ്രീകൃഷ്ണത്തിൽ പാരായണം ചെയ്തതിനാൽ ഇന്ന് പാരായണം ചെയ്യുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭസ്മമാഹാത്മ്യം ശിവപുരാണത്തിൽ. ഓം തത്സത്. കാമവൈരി ഭഗവാന്റെ കഥ കേട്ടു രമിക്കുന്ന മാമുനിമാരരുൾ ചെയ്തു മനസ്സത്തിൽ കനിവോടെ ചൊല്ലടോ ചൊല്ലടോ സൂതാ ചൊല്ലെഴുന്ന കഥാസാരം വല്ലഭത്വം വളർന്നുള്ളോ വാമദേവ പ്രഭാവങ്ങൾ വല്ലവർക്കും മനക്കാമ്പിൽ അല്ലൽ തീരും ശ്രമിച്ചാകിൽ കല്യബുദ്ധേ ശ്രമിച്ചാലും കാലദോഷം ശമിച്ചിടും എന്നതു കേട്ടുര ചെയ്തു ഭക്തിമാനാകിയ സൂതൻ നന്നെടോ താപസന്മാരെ നാഥനിൻ ഭക്തി വിശ്വാസം വിശ്വനാഥൻ മഹാദേവൻ വിശ്വസാക്ഷി മഹാദേവൻ വിശ്വദേവൻ മഹാദേവൻ വിശ്വജീവൻ മഹാദേവൻ വിശ്വസിച്ചു വസിക്കുന്ന വിശ്വവാസി ജനങ്ങൾക്കു വിശ്വവൽക്കരൻ ദേവൻ വിശ്വവന്ദ്യൻ വിശ്വക്ഷൻ ഭൂതിപുണ്ട്രം ധരിക്കുന്ന ഭൂസുരാധി ജനങ്ങൾക്കു ഭൂമി നൽകുന്നവൻ ദേവൻ ഭൂതനാഥൻ ദയാശീലൻ ഭൂതിതന്റെ മഹത്വത്തെ കേട്ടുകൊള്ളിൻ ബുധന്മാരെ ഭൂതഭവ്യം വർത്തമാനം ത്രിദോഷത്തെ ശമിപ്പിക്കും വാമദേവാഖ്യനായുള്ള യോഗി തന്റെ കഥ കേട്ടാൽ വാമദേവ പ്രസാദം കൊണ്ടാത്മശുദ്ധി ഭവിച്ചിടും. വാമദേവൻ മഹാധീരൻ ചിരധാരി ജടാധാരി കാമദേവ പ്രതാപത്തെ ശങ്കിയായുള്ളവൻ ദേവൻ കാമലോഭ മഹാമോഹം ക്രോധകൃഷ്ണാമദം മാനം കാമിനീരാഗം ഭോഗവൈരമേവം വിധം ദോഷം ഒന്നുമില്ലാത്തവർ വിദ്വാൻ ഇന്ദുചൂട പ്രിയൻ ധീമാൻ ഇന്നു കാണും പ്രപഞ്ചത്തിൽ ഭ്രാന്തിയില്ലാത്തവൻ ധീരൻ കാഞ്ചനം ലോട്ടവും തുല്യം കാഞ്ചിയും രജ്ജുവും തുല്യം വാഞ്ചയും വൈരിയും തുല്യം കരുവും ദാരുവും തുല്യം. ഒരു ലൈൻ ഒരാൾ അങ്ങനെ തന്നെ വായിക്കാം. ഇന്നലെ നമ്മളങ്ങനെ വായിക്കുമ്പോൾ ഇത്തമത്യുജ്വലാത്മാവാം വാമദേവൻ മഹായോഗി സ്വസ്ഥചിത്തൻ സദാനന്ദൻ സഞ്ചരിച്ചു പല ദിക്കും പുണ്യദേവാലയം തോറും പുണ്യതീർത്ഥങ്ങളും പർവ്വതത്തിന്റെ തുംഗശൃംഗങ്ങളിൽ ചെന്നു സഞ്ചരിക്കുന്ന നാളേകം ബ്രഹ്മരക്ഷസിനെ കണ്ട ഭീമരൂപി മഹാഭാവി ചുൽപിവാസ ദുരു നിത്യം ഭൂമിഭാഗം തകർത്തു കൊണ്ടാത്തു വന്നു പുരോഭാഗി കാമദേവ്യാഖ്യനം യോഗി വര്യനെ കണ്ടതു നേരം താമസിക്കാതവൻ വായും ഭക്ഷണത്തിനിവൻ കൊള്ളാമിക്ഷണം നമ്മുടെ കുക്ഷി രക്ഷണം സിദ്ധമെന്നോർത്തു രാക്ഷസൻ നേരിടുന്നേരം ഏതുമൊന്നും കുലുങ്ങില ശിവശങ്കരൻ മഹായോഗി ഹേതുവില്ല ഭയത്തിനു ദേഹ സ്നേഹമില്ല ഞാൻ ബ്രഹ്മതത്വജ്ഞനായുള്ള ദിവ്യയോഗീന്ദ്രനെ ചെന്നു ബ്രഹ്മരക്ഷസതു നേരം വേഗമോടെ പിടിപെട്ടു ഭസ്മമങ്കേ പിരണ്ടപ്പോൾ തത്വമുള്ളിൽ പ്രകാശിച്ചു വിസ്മയിച്ചു പുരാവൃത്തം സ്മരിച്ചു രാക്ഷസൻ ചൊന്ന ആരിടോ നീ മഹാത്മാവേ നിന്നുടെ ഗാത്ര സമ്പർക്കം കാരണം മേ മനോരംഗേ സാരഭൂതം സമുത്ഭൂതം ഇന്നു തൊട്ടെങ്ങി 25-ാമതാം മുന്നിലെ ജന്മം തന്നിലുള്ള പരമാർത്ഥം മുന്നിലുണ്ടോ നമുക്കിപ്പോൾ ദുർജയാനെന്നിനി കന്നു നാമമെന്നു ധരിച്ചാലും ദിഗ്ജയം ഞാൻ പലവട്ടം ചെയ്തവൻ കൈതവാധീനൻ ദുഷ്ടരായ വനന്മാർക്കീശ്വരൻ ഞാൻ മഹാദുഷ്ടൻ
കഷ്ടകർമ്മം പല ചെയ്തേൻ എത്ര കഷ്ടം വിചാരിച്ചാൽ. നൂതന സ്ത്രീകളുമായി സർവകാലം വിനോദിപ്പാൻ കൗതുകം ഭാരമക്കാലം തൃപ്തിയില്ല നമുക്കേതും. ദിക്കിലുള്ള നല്ല നല്ല ബാലസീമന്തിനി വൃന്ദം ഒക്കവേ ഞാൻ വരുത്തിക്കൊണ്ടെന്നു നന്നായി വിനോദിക്കും. മുഷ്കുകൊണ്ടു വശത്താക്കും മുഗ്ധനാരീ സമൂഹത്തെ കൈക്കലായാൽ ഉപേക്ഷിപ്പേൻ ഒട്ടുമിങ്ങു മനസ്സില്ല. മറ്റുമെന്നോടൊരുമിച്ചു രമിക്കുന്ന ആര്യെ പിന്നെ മറ്റൊരുത്തൻ സ്മരിക്കേണ്ട നമുക്കുമായവൾ വേണ്ട. ഇന്ന് സാധിച്ചവളെ ഞാൻ പിറ്റേന്നാൾ നോക്കുമാറില്ല വന്നതൊന്നും ത്യജിക്കാതെ തടുത്തിട്ടു വലയ്ക്കും ഞാൻ. കൂറുമില്ല നമുക്കേതും നാരിമാർക്കങ്ങൊരു നേരം ചോരു മാത്രം കൊടുത്തേക്കും മറ്റൊരന്വേഷണം നാസ്തി. 100 ചണ്ടാലിമാരോടും സഹസ്രം ചെടിമാരോടും 100 ലക്ഷം വേശ്യനാരി ജനത്തോടും ജമിച്ചേ ഞാൻ. ജാതിഭേദം നമുക്കില്ല ജാതി നാലും നമുക്കിഷ്ടം പ്രീതിഭംഗം വരാതെ കണ്ടിരുന്നാൽ ചേരുമക്കാലം. കൂട്ടരോടെ വധൂവൃന്ദം കരഞ്ഞാലും പിരിഞ്ഞാലും കോട്ടമില്ല നമുക്കേതും കേട്ടിരുന്നു രസിക്കും ഞാൻ. ശ്രദ്ധയില്ല നമുക്കേതും ബുദ്ധിഭാഗം അതുമില്ല ബൗദ്ധന്മാരും മഹാവിപ്ര സ്ത്രീകളും ഭേദമില്ലേതും. ഇങ്ങനെ കശ്മലൻ ദുഷ്ടൻ നിഷ്ഠൂരൻ ഞാൻ ദുരാചാരൻ തിങ്ങിന കൗതുകത്തോടെ കാമലീലയ്ക്കൊരുമ്പെട്ടേൻ. രാജസം കൊണ്ടതിപ്രൗഢ ശ്രീനിഷേവാ മഹൽ ദോഷാൽ രാജഹിഷ്മ പിടിപെട്ടു മരിച്ചേനെന്നതേ വേണ്ടു. അന്തകന്റെ പുരമ്പുത്തേൻ അന്തികെ കിങ്കരന്മാരും അന്ത വന്നു പിടിച്ചെന്നെ വലിച്ചു താടനം ചെയ്താൽ. കല്ലിലും മുള്ളിലും ഇട്ടിങ്ങിഴച്ചാറത്രയുമല്ല പല്ലും മെല്ലും മുസലം കൊണ്ടടിച്ചാശു പൊടിപ്പിച്ചാർ. വിക്ലഭത്വം കലർന്നേറ്റം കരഞ്ഞിടുന്നൊരു നമ്മെ ശുക്ലകൂപെ പിടിച്ചിട്ടു ശുക്ലപൂരം കുടിപ്പിച്ചാർ. 100,000 വർഷം ശുക്ലകൂപേ കിടന്നേ ഞാൻ ചിത്തമോഹാലകപ്പെട്ടു അനർത്ഥം നീ ധരിച്ചാൽ. പാപശേഷത്തിനാൽ പിന്നെ പിശാചായി ഭവിച്ചേ ഞാൻ പാപമോഷത്തിനിയും കാലമങ്ങതായില്ലല്ലോ. 100 വർഷം കൊണ്ടു നീങ്ങി നമുക്കൊങ്ങു പിശാചിത്വം കാലശേഷം ശമിക്കുമ്പോൾ അമ്പരം സ്വച്ഛമാമല്ലോ. അന്ന് തൊട്ടെങ്ങി 23 ജന്മം ജന്തുവായേ നിന്നു ഞാൻ ബ്രഹ്മരക്ഷത്തായി ജനിച്ചേനിങ്ങനെ തത്വം. ചുത്തുകൊണ്ടു തളർന്നിത്തം സഞ്ചരിക്കും വിധൗ നിന്നെ സത്വരം കൊന്നു ഭക്ഷിപ്പാൻ വന്നു ഞാനെന്നറിഞ്ഞാലും. ദിവ്യമാകും വവൽഗാത്രം തൊട്ട നേരം നമുക്കിപ്പോൾ ദിവ്യബോധം സംഭവിച്ചു ദുഷ്കൃതം നീങ്ങുവാൻ ബന്ധം. ചിത്തപത്മം പ്രസാദിച്ചു തത്വമൊക്കെ പ്രകാശിച്ചു ശുദ്ധിഗാത്രേ വിശ്രമിച്ചു ശുദ്ധകീർത്തേ നമസ്കാരം. ദൈവതാനുഗ്രഹം കൊണ്ടോ കേവലം നിൻ തപം കൊണ്ടോ സേവ കൊണ്ടോ മഹാതീർത്ഥ സ്നാനപാനവ്രതം കൊണ്ടോ യാഗമാർഗങ്ങളെ കൊണ്ടോ മന്ത്രസേവാ ബന്ധം കൊണ്ടോ മന്ത്രസേവാ ബലം കൊണ്ടോ നാഗഹാരം ധരിക്കുന്ന ദേവനിൽ ഭാവന കൊണ്ടോ. എന്തുകൊണ്ടോ ഭവാനി പോളി പ്രഭാവം വഹിക്കുന്നു ശാന്തബുദ്ധിയെ പറഞ്ഞാലും നിൻപദത്തെ വണങ്ങുന്നേ എന്നതു കേട്ടരുൾ ചെയ്തു വാമദേവൻ മഹായോഗി എന്നുടെ ഭസ്മപുണ്ഡ്രത്താൽ നിന്നുടെ കന്മഷം തീർന്നു. ഭസ്മപുണ്ഡ പ്രഭാവത്തിന് അന്തമില്ലെന്നറിഞ്ഞാലും വിസ്മയം പൂണ്ടൊരു വിപ്രൻ ഭസ്മനാമാക്യനായല്ലോ. പ്രമിളന്മാരുടെ നാട്ടിൽ ജനിച്ചാനങ്ങൊരു വിപ്രൻ കമിനിമാരുടെ ചുൽക്കി അമർന്നു മേവിനാൻ മൂഢൻ. കൃത്യമെല്ലാം ഉപേക്ഷിച്ചു കാമലീലയ്ക്കൊരുമ്പെട്ടു നിത്യവും വേശ്യമാർ വീട്ടിൽ തൊട്ടു തിന്നു കിടക്കുന്നു. ഒട്ടുസന്ധ്യ മയങ്ങുമ്പോൾ പുറപ്പെട്ടു പരദ്രവ്യം കട്ടുകൊണ്ടെന്നവൻ വീണ്ടും നാരിമാലെ പുലർത്തുന്നു. ശൂദ്ര വീട്ടിൽ പുരം കൂടി ശൂദ്രകർമ്മങ്ങളും ചെയ്തു ശൂദ്രനോട് വേട്ടുകൊണ്ടു മരിച്ചു കാലനു പുക്കാൻ. വീട്ടിലുള്ള പുരുഷന്മാർ ഭൂസുരന്റെ ശവം മെല്ലെ കാട്ടിലാക്കി തിരിച്ചങ്ങു പോന്നിതു രാത്രിയിൽ തന്നെ. വെണ്ണുനീറ്റിൽ കിടക്കുന്ന പട്ടി ചെന്നു ശവം തൊട്ടു പുണ്യമാം ഭസ്മാംഗത്തിൽ പിരണ്ടു ദൈവയോഗത്താൽ. ഘോരമാകും നരകത്തിൽ കിടക്കും വിപ്രനെ ചെന്നു മാരവൈരി കിങ്കരന്മാരെടുത്ത ചൂതേരിലേറ്റി. ദിവ്യമാകും വിമാനത്തിൽ വിളങ്ങും വിപ്രനെ കണ്ടു ഭവ്യനാകും ധർമ്മരാജാവരുൾ ചെയ്തു ദൂതരോടും. എന്തടോ കിങ്കരന്മാരെ ദുഷ്ടനാം വിപ്രനെ ചെന്നു
ചന്തമേറും വിമാനത്തിൽ ഏറ്റുവാൻ എന്തൊരു മൂലം. ജാതികൃത്യം ധരിച്ചോരോ നീചകർമ്മങ്ങളും ചെയ്തു വീരശങ്കം നടന്നോരു വിപ്രനിപ്പോൾ ഇതോ യോഗ്യം. ഉത്തരാമങ്ങുര ചെയ്തു ശങ്കരന്റെ കിങ്കരന്മാർ ഉത്തമൻ ഭൂസുരൻ ശ്രേഷ്ഠൻ നരകത്തിൽ കിടക്കാമോ. നെറ്റിമേലും ശവത്തിന്റെ തോളിലും മാറിലും ഭസ്മം പറ്റിമുറ്റി വിളങ്ങുന്നു നിങ്ങളാരും ഗ്രഹിച്ചില്ലേ. ഞങ്ങളോടങ്ങുരൽ ചെയ്തു കണ്ടു ചൊൽവൻ മഹാദേവൻ നിങ്ങളെ പേടിയില്ലേലും ഞങ്ങൾ കണ്ടു തിരിക്കുന്നു. കിങ്കരന്മാരിത്രമാത്രം ഉര ചെയ്തു വിപ്രനെ താൻ ശങ്കരന്റെ തിരുമുമ്പിൽ കൊണ്ടുചെന്നു വസിപ്പിച്ചു. അത്രയുണ്ടെന്നറിഞ്ഞാലും ഭസ്മസംഘ പ്രഭാവങ്ങൾ ഇത്ര നന്നല്ലൊരു വസ്തു ശ്രീ മഹേശൻ പ്രസാദിപ്പാൻ. നിത്യവും ഞാൻ മുടങ്ങാതെ പത്മകുണ്ഠം ധരിക്കുന്നേൻ കൃത്യവാസതു കൊണ്ടു നിത്യമെങ്കിൽ പ്രസാദിച്ചു. ഏവനെന്നാകിലും ഭസ്മം മുടങ്ങാതെ ധരിച്ചാകിൽ ശൈവലോകം ഗമിക്കാമെന്നേതുമേ വേണ്ട സംശയം. ബ്രഹ്മരക്ഷസുര ചെയ്തു വാമദേവ നമുക്കിപ്പോൾ ബ്രഹ്മതത്വം ഗ്രഹിപ്പാനും മോക്ഷമാശു ലഭിപ്പാനും. കർമ്മയോഗം വരൂവെന്നു ശങ്കയുണ്ടു മനക്കാമ്പിൽ ധർമ്മബുദ്ധേ ഭവാനോട് സംഗമം വന്നതു മൂലം. ബൗദ്ധനായിട്ടിരിക്കും നാളൊന്നു മാത്രം ഗുണം ചെയ്തേൻ ശുദ്ധനാം വിപ്രനു കണ്ടു ഭൂമി മാത്രം കൊടുത്തേൻ ഞാൻ. അത്രമാത്രം ഗുണ ചെയ്തേൻ അതു കൊണ്ടു ധർമ്മരാജ അത്രമേന്നോടരുൾ ചെയ്തു മേലിൽ മോക്ഷം നിനക്കുണ്ടാം. യോഗീനാഥൻ വന്നു നിന്നെ തത്വമൊന്നു ഗ്രഹിപ്പിക്കും വേഗമോടെ തവ മോക്ഷം സംഭവിക്കും ക്ഷമിച്ചാലും. എന്നു ധർമ്മൻ കനിവോടൊന്നരുൾ ചെയ്തു കിടക്കുന്നു ഇന്നു നാം തങ്ങളിൽ കാൺമാൻ സംഗതി വന്നിതല്ലോ താൻ. എങ്കിലെന്റെ ദുരിതങ്ങൾ നീങ്ങുവാൻ വന്നിതോ കാലം ശങ്കര പാർവതി കാന്ത ചന്ദ്രചൂഡ നമസ്കാരം. യോഗീനാഥ പറഞ്ഞാലും ഭസ്മമെപ്പോൾ ധരിക്കേണ്ടു ഭാഗധേയം വരുത്തുന്ന മന്ത്രമേതു ജപിക്കേണ്ടു. സ്ഥാനഭേദങ്ങളും പിന്നെ ധ്യാനഭേദങ്ങളും ചൊൽക ഞാനിതാ നിന്നുടെ ശിഷ്യൻ പാദപത്മേ നമിക്കുന്നേൻ. രാക്ഷസന്റെ ഗിരം കേട്ടു പറഞ്ഞങ്ങു വാമദേവൻ രൂക്ഷഭാവം ശമിപ്പാൻ നീ ഭസ്മപുണ്ഡ്രം ധരിക്കേണം. രുദ്രദേവേനരുൾ ചെയ്തു തൽപ്രകാരം സുതന്മാരോട് സഹായൻ താൻ മന്ദരാദ്രം വസിക്കുമ്പോൾ. ശുദ്ധഭസ്മ ത്രിപുണ്ഡ്രത്തെ ധരിച്ചാലെപ്പോഴേ ദോഷം ദഗ്ധമാമേവനെന്നാലും നാലു ജാതിക്കുമാം താനും. ഗോമയം ചുട്ട ഭസ്മം താനും ഉത്തമം സന്തമന്മാര് ആമയം കൺമഷം ദുസ്വപ്നാദിയും ശാന്തമായിടും. ദുര്യോഗാന്റെ ലഡാടാന്റെ ഭസ്മപുണ്ഡ്രം ധരിക്കേണം ആയുരാരോഗ്യവും ശ്രീയും അനുരേഖാബലം പ്രോക്തം. ഖണ്ഡദേശേ ബാഹുമൂലേ നാഭിമീതേയുരോ ഭാഗേ രണ്ടു പാർശ്വേ ജാനുയുഗ്മേ വേണ്ടു ഭസ്മാനുലേപങ്ങൾ. സൂര്യദേവൻ ഉദിക്കുമ്പോൾ ജലം കൂട്ടി ധരിക്കണം സൂര്യനങ്ങസ്തമിക്കുമ്പോൾ ജലം കൂടാതെയും വേണം. ശൈവപഞ്ചാക്ഷരം മന്ത്രം സർവസാധാരണ പ്രോക്തം ദൈവകാരുണ്യമുണ്ടാവാനുത്തമം കാരണം ഭസ്മം. അന്നു ചെയ്യും ദുരിതങ്ങൾ അന്നു തന്നെ ശമിച്ചിടും എന്നതല്ലന്യജന്മത്തിൽ ചെയ്തതും ശാന്തമായിടും. പുത്രസൗഖ്യം മിത്രയോഗം ദ്രവ്യലാഭം ദീർഘഭോഗം ഗാത്രസൗഖ്യം കീർത്തിലാഭം മുക്തിയും സിദ്ധമാം നൂനം. രുദ്രവാക്യം മനക്കാമ്പിൽ ഭദ്രമായി ഗ്രഹിച്ചാലും രുദ്രപാദങ്ങളെ ഭക്ത്യാ സർവകാലം സ്മരിച്ചാലും. എന്നുര ചെയ്തുടൻ യോഗി വാമദേവൻ ദയാശീലൻ തന്നുടെ ശിഷ്യനാം ബ്രഹ്മ രാക്ഷസന്റെ ശുഭത്തിനായി. ഭസ്മന്റെ വിശ്വാസോ കൊടുത്തു രാക്ഷസൻ മേടിച്ചുത്തമാങ്കെ ധരിച്ചപ്പോൾ ദിവ്യരൂപം പ്രകാശിച്ചു. ദിവ്യമാകും വിമാനത്തിൽ പ്രീതിയോടെ കരേറിക്കൊണ്ടവ്യാനന്ദമാം ലോകം പ്രവേശിച്ചു സുഖം കാണാൻ. അപ്പോൾ എത്രയും കൗതുകത്തോടെ വാമദേവാർച്ചനം ചെയ്തു തന്നുടെ ശുഭോദ്ദേശം അക്കഥാ കർണനം ചെയ്താൽ ആശുപാപം ശമിച്ചിടും. ഉപക്രമങ്ങൾ തനുരൂപം സർവസൗഖ്യം ലഭിച്ചിടും. ബുദ്ധിമാഹാത്മ്യ വൃത്താന്തം ഭക്തിയോടെ സ്മരിച്ചാകിൽ ബുദ്ധിയും ഖ്യാതിയും ചിത്തപ്രീതിയും നീതിയും ലഭ്യം. അലിവോടു മനക്കൂട്ടു ബാലരാമൻ മഹാധീരൻ നിലകണ്ഠ പ്രിയങ്കീരൻ ശൈലകന്യാരമണന്റെ നൽകഥാസാരം ശാലവേ കേട്ടുകൊള്ളേണം ശൈവ ഭക്ത്യാജീവിക്കണം. ഭസ്മമാഹാത്മ്യം സമാപ്തം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവപുരാണ പാരായണം ഇവിടെ സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം പാർവതി പരമേശ്വരായ നമഃ.